സഭാമാതാവ് നമുക്കിന്ന് സമ്മാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവിടെ നാം വായിക്കുന്നുണ്ട്, ഈശോ ഇപ്രകാരമാണ് പറയുന്നത്: പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് കാനായിലെ വിവാഹ വീട്ടിൽ വെച്ച് പരിശുദ്ധയമ്മ പറയുന്ന വാക്കിന് മറുപടിയായിട്ട് ഈശോ മിശിഹ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവിടെയുണ്ടായിരുന്ന 6 കൽഭരണികളെ അവിടുന്ന് വിശുദ്ധീകരിക്കുന്നുണ്ട്. ആ പച്ചവെള്ളത്തെ അവിടുന്ന് വീഞ്ഞാക്കി മാധുര്യമേറിയൊരു അനുഭവമാക്കി മാറ്റുന്നു. 6 കൽഭരണികളെന്ന് വിവക്ഷിക്കുന്നത് എൻ്റെ 5 ഇന്ദ്രിയങ്ങളും 6ാമത് ഞാനും. അവയെ പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് അവിടെ മാധുര്യമേറിയ അനുഭവം ഉണ്ടാവുക. അവർക്ക് നിറയ്ക്കുവാൻ അവിടെ പച്ചവെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ ജീവിതത്തിലെ ബലഹീനതകളും കുറവുകളുമൊക്കെയാണ് ഈ പച്ചവെള്ളം. നമുക്ക് സമർപ്പിക്കുവാൻ അത് മാത്രമേ ഉള്ളൂ. അവ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമാവും. കാനായിലെ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ഈശോ 17-ാം അധ്യായത്തിൽ നിത്യജീവന്റെ ഉറവയുമായിട്ടാണ് കടന്നു വരുന്നത്. 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് നിത്യജീവനെന്ന്. ഏകസത്യദൈവമായ പിതാവിനെയും പിതാവ് അയച്ച ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിതാവിനെ അറിയുന്നവരായി ക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മത്തിൻ്റെ അനുഭവങ്ങൾ സ്വീകരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അവിടെയാണ് മഹത്വീകരണം ഉണ്ടാവുക. നാം ഓരോരുത്തരും നമ്മുടെ ജീവിത മേഖലയിൽ ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവരായിട്ട് മാറുവാൻ നമുക്കിന്ന് തീരുമാനമെടുക്കാം. ഇന്നൊരു ചോദ്യം കൂടെ സഭ നമ്മോട് ചോദിക്കുന്നുണ്ട്. പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നാം ഓരോരുത്തരും ആയിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലെ ജോലിയിടങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തെ ഒന്ന് മഹത്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണമാണോ നമ്മൾ മുമ്പോട്ട് കടന്നു പോവുക? സന്ധ്യാപ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും ഒക്കെ ചിലപ്പോഴെങ്കിലും നമുക്ക് നഷ്ടമായിട്ടുണ്ടാവാം. ആധുനിക തലമുറയുടെ ഒരുപാട് പ്രതിഭാസങ്ങളും സാങ്കേതിക വിദ്യകളുമൊക്കെ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിയപ്പോൾ നാം മറന്നത് ദൈവത്തെയാണ്. നമ്മുടെ മഹത്വീകരണത്തിന് മാത്രമായി പലതും ചെയ്തു കൂട്ടുമ്പോൾ സഭ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന് മഹത്വമുണ്ടാകുന്ന പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവരായി ദൈവമക്കൾ മാറണമെന്ന്. നമുക്ക് ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന പ്രവൃത്തികൾ മാത്രം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.